നമസ്കാരം. ഇന്നത്തെ ടെക് ടോക്ക് ആൻഡ് ടേൽസ് എന്ന ഈ പോഡ്കാസ്റ്റിൻ്റെ മെൻ്റൽ ഹെൽത്ത് സീരീസിൻ്റെ എപ്പിസോഡ് നമ്മൾ ജനറൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ്സിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പൊതുവേ ഡിപ്രഷൻ എന്ന് പറഞ്ഞ മോസ്റ്റ് മിസ്യൂസ്ഡ് വേർഡ് എന്ന് ഞാൻ പറയും. ഇപ്പോൾ പൊതുവേ ഈ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് ഐ എം ഡിപ്രസ്ഡ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അവർ പറയുന്നത്. ഐ മീൻ ലൈക്ക് ഐ എം ഡിപ്രസ്ഡ്, ഐ എം റിയലി ഡിപ്രസ്ഡ്. വളരെ വേഗമായിട്ട് ഒരു പെർട്ടിക്കുലർ അപ്പ് ഓർ ഡൗൺ സിനാരിയോനെ അവരങ്ങ് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഐ എം ഡിപ്രസ്ഡ്. പക്ഷേ ഡിപ്രഷൻ ഹാസ് വെരി ലോങ് ടേം ചാലഞ്ചസ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളും നമ്മുടെ റെസ്പോൺസസിനെയും അഫക്റ്റ് ചെയ്യുന്ന കുറേ ചാലഞ്ചസ് ആണ് ശരിക്കുമുള്ള ഡിപ്രഷൻസ്. ഏത് ഇമോഷനെയും നമുക്ക് ഡിപ്രഷൻ എന്ന് ഞങ്ങൾ ലേബിൾ ചെയ്ത് കളയും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഡിപ്രഷൻ. ഒരു MDD, അതായത് മേജർ ഡിപ്രസീവ് ഡിസോർഡർ, കുഡ് എഫക്ട് എ പേഴ്സൺ ഹു ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഹിസ് ഓൺ ആക്ടിവിറ്റീസ്. ഒരാളുടെ ദിനചര്യ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ഒരു മനുഷ്യനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഒരു മേജർ ഡിപ്രസീവ് ഡിസോർഡറാണ്. ഒരു ഹോപ്പ്ലെസ്നെസ്, അതായത് ഇനി ഒന്നും ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ലായ്മയിലേക്ക് നയിച്ച് ചിലപ്പോൾ ഉറക്കം, ഭക്ഷണം, കോൺസെൻട്രേഷൻ ഇവയെല്ലാം എഫക്റ്റ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണ് ഡിപ്രഷൻ. പ്രധാനമായിട്ടും പോയിന്റ്ലെസ് ആയിട്ട് ചിന്തിക്കുക. ഓക്കെ, ദർ ഇസ് നത്തിങ്, ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ പോയിട്ട് എന്താ കാര്യം. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒരു പക്ഷെ പണ്ടൊക്കെ നമ്മൾ കുറേ പേരൊക്കെ ഓരോരോ ഹോബികളിൽ ചെയ്യുന്നുണ്ട്. കവിത എഴുതും, കഥ എഴുതും, അല്ലെങ്കിൽ ഈവൻ സിനിമ കാണുക. ഇതൊന്നും ചെയ്യാൻ ഒരു താല്പര്യമുണ്ടാവുക. ജസ്റ്റ് സ്ക്രോളിങ് ത്രൂ ഫോൺ, ഇങ്ങനത്തെ ഡംബായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് സമയം കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഡിപ്രഷനാണ്. അപ്പോൾ സ്ലീപ്പിനെ എഫക്റ്റ് ചെയ്യും, വിശപ്പിനെ എഫക്റ്റ് ചെയ്യും, എനർജി ലെവലിനെ എഫക്റ്റ് ചെയ്യും. ആൻഡ് ഓണസ്റ്റ്ലി, വെരി ഓണസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതിന് സൊല്യൂഷൻസ് ഉണ്ട്. യു മെ നോട്ട് ബി ഏബിൾ ടു ടേക്ക് ഇറ്റ് അവേ. മൊത്തത്തിൽ ഡിപ്രഷൻ എടുത്ത് കളയാനൊന്നും പറ്റില്ല. പറ്റുന്നവരുണ്ടാവാം, പക്ഷേ അങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് കളയാൻ പറ്റില്ല. ദർ ആർ ട്രീറ്റ്മെൻറ്റ്, ദർ ഇസ് ഹോപ്പ്, ദർ ഇസ് സപ്പോർട്ട്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ന്യൂറോബയോളജിയായിട്ട് നമ്മൾ ഇതിനെ ബന്ധപ്പെടുത്തുമ്പോഴും ഇറ്റ് ഈസ് സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ, ഡോപ്പമിൻ, ഇതെല്ലാം ഡിപ്രഷനും ആപ്ലിക്കബിൾ ആണ്. പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലെ ആക്ടിവിറ്റി കുറയുക, അമിഗ്ഡല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റൻഡ് ഇമോഷൻസ്, ചില ഡിപ്രഷൻ വന്നവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവുക. അപ്പം അവരുടെയൊക്കെ അമിഗ്ഡല ഒത്തിരി ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. എല്ലാത്തിനും നമ്മൾ നെഗറ്റിവിറ്റിയോടൊക്കെ കാണുക. ഇവരുടെയൊക്കെ ഹിപ്പോ ക്യാമ്പസ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഹിപ്പോ ക്യാമ്പസ് ഒക്കെ ചുരുങ്ങുന്നൊരവസ്ഥയിലോട്ടും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് മെമ്മറി എഫക്റ്റ് ചെയ്യുക, വിഷമം, സന്തോഷം, സങ്കടം ഇവയൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലോട്ട് വരാനും സാധ്യതയുണ്ട്. ഇഫ് യു ആർ ഫേസിങ് എനി സച്ച് ചാലഞ്ചസ്, നിങ്ങൾ ഒരു ഡോക്ടറിനെ കാണുകയോ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുകയോ ചെയ്യേണ്ടതാണ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഈസ് സംതിങ് വിച്ച് വി ഗോണ ടേക്ക് ഇൻ ഡെപ്ത് അനാലിസിസ്. കാരണം ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പലരുടെയും അസംഷൻസിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഉള്ളത്. സോ വിൽ സീ ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഒരു സ്ഥിരം ഡിപ്രസീവ്നെസ് അല്ലെങ്കിൽ ഡിപ്രസീവ് സിംറ്റംസ് ഒക്കെ കടന്നു വരുന്നവർക്ക് ഈ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നത് വളരെ കോമൺ ആണ്. ഓക്കെ, നമ്മൾ ബ്രെയിനിലെ ഇൻഫ്ലമേഷൻസ് ഒക്കെ അസോസിയേറ്റ് ചെയ്യുന്നതും ഇത്തരം ചലഞ്ചസിലൂടെ കടന്നു പോകുന്നവർക്ക് വളരെ കോമൺ ആണ്.